എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ പറമ്പിൽ നിന്നും ഒരു കാച്ചിൽ കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ അച്ഛന് പറമ്പിൽ നിന്നൊരു കാച്ചിൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വൃത്തിയായിട്ട് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുഴുങ്ങാനൊന്നുമല്ല, പുഴുങ്ങാൻ ഇങ്ങനെയൊന്നും അരിയേണ്ട കാര്യമില്ല. ഇത് കപ്പയും കൂടെ ചേർത്തൊന്ന് വേവിക്കാനാണ്. കപ്പ ഇന്നലെ വൈകുന്നേരം കുറച്ച് 4 മണിക്ക് ചായയുടെ കൂടെ ഉണ്ടാക്കിയതാണ്. അത് അധികം വന്നതാണ്. അപ്പം അതും ഇതും കൂടെ ചേർത്തൊന്ന് അരപ്പൊക്കെ ചേർത്തൊന്ന് പെരട്ടി കുഴച്ചെടുക്കാൻ. അപ്പം അങ്ങനെയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ഞാനൊരു വീഡിയോയും ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കാച്ചിൽ ചെറിയ പീസായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പം അതിലേക്ക് നമ്മുടെ കപ്പയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പ ഇവിടെ പറമ്പിലുണ്ടായതല്ല, പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ പറമ്പിലുണ്ടായ കാച്ചിലായതുകൊണ്ട് പെട്ടെന്ന് നല്ല വെണ്ണ പോലെ വെന്ത് ഉടയുന്ന കാച്ചിലാണ്. ജസ്റ്റ് 1-2 തിള വന്നാൽ മതി, അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വരും. അങ്ങനെ ഇതെല്ലാം വെന്ത് വന്നതിന് ശേഷം ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കണം. ഞാനിത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പെന്ന് പറയുന്നത് നമ്മളുടെ നാളികേരം, വെളുത്തുള്ളി, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആവി വരണം. ആവി വന്നതിന് ശേഷമാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. നമ്മുടെ പണ്ട് കാലത്തെ പൂർവികരുടെ പ്രധാന ആഹാരമെന്ന് പറയുന്നത് ഈ കാച്ചിൽ, ചേമ്പ്, കപ്പ, ഇതൊക്കെ പുഴുങ്ങിയത്, ഇതൊക്കെ ചുട്ടെടുത്തത്, പിന്നെ ഉണക്കമീൻ ചുട്ടതും ഒക്കെയായിരുന്നു. 90 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇതുപോലത്തെ ഭൂമിക്കടിയിലുണ്ടായിരുന്ന കിഴങ്ങ് വിളകളൊക്കെ പുഴുങ്ങിയതും ഒക്കെയായിരുന്നു. നല്ല ചുറുചുറുക്കോടെ ഇപ്പോഴും കാണാം പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ. പക്ഷേ ഇപ്പോഴോ മന്തി, ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ കാര്യമായിട്ട് പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അങ്ങനെ മീൻകറി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുടംപുളി ഇട്ട് വറ്റിച്ചെടുത്ത മീൻകറി, പിന്നെ കൂട്ടത്തിൽ നമ്മുടെ പ്രധാന മീൻ വറുത്തതും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. കാച്ചിലും കപ്പയും കൂടെ പുരട്ടിയെടുത്തത്, ഇത് മാത്രം മതി. ഇതിന് കറി ഇല്ലെങ്കിൽ കഴിക്കാൻ നല്ലതാ, നാളികേരമൊക്കെ ചേർത്തത് കൊണ്ട്. പിന്നെ മീൻകറി ചൂടാക്കിയതും മീൻ വറുത്തതും. അപ്പോൾ എല്ലാവരുടെയും ഊണൊക്കെ തയ്യാറായോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ?